കൃഷ്ണ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഈ അടുത്ത് കമൻസിൽ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ദേവകി ദേവി അതേപോലെ യശോദ അമ്മ ഇവരുടെ പൂർവ്വജന്മത്തിനെ കുറിച്ച് പറഞ്ഞു തരുമോ അല്ലെങ്കിൽ അറിയുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാം എന്ന് കരുതുകയാണ് ഇന്ന്. ദേവകി ദേവിയുടെ പൂർവ്വജന്മം ഭാഗവതത്തിലൊക്കെ പറയുന്നത് അതിഥി ദേവിയാണെന്നാണ്. അതിഥി കശ്യപന്മാരാണ് ദേവകി വസുദേവന്മാരായിട്ട് പുനർജനിക്കുന്നത് എന്നാണ് പറയുന്നത്. അതിഥി കശ്യപന്മാരുടെ പുത്രനായിട്ട് ഭഗവാൻ വാമനമൂർത്തിയായിട്ട് അവതരിച്ചത് നമുക്കറിയാം. ഇവിടെ കൃഷ്ണനായിട്ട് ഇതേ ദേവകി വസുദേവന്മാർ അവരുടെ പുത്രനായിട്ടും ഭഗവാൻ ജനിക്കണം. ഇനി രാമായണം പറയുന്ന സമയത്ത് പറയും ഇതേ അതിഥി കശ്യപന്മാർ തന്നെയാണ് ത്രേതായുഗത്തിൽ കൗസല്യാദേവിയും ദശരഥനുമായിട്ട് പുനർജനിച്ചതെന്ന് പറയാറുണ്ട്. അപ്പോൾ ഗുരുവായൂർ ക്ഷേത്ര മാഹാത്മ്യത്തിൽ പറയും ഇവർ ആദ്യം സത്യത്തിൽ സുതപസ്സും പൃഷ്ണിയുമായിരുന്നു. അവർക്ക് പുത്രനായിട്ട് പൃഷ്ണിഗർഭനായിട്ട് ഭഗവാൻ അവതരിച്ചതും ഗുരുവായൂർ മാഹാത്മ്യത്തിൽ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ജന്മങ്ങളെക്കുറിച്ച് പറയുന്ന സമയത്ത് ഭാഗവതത്തിൽ പ്രതിപാദിക്കുന്നത് ഭഗവാൻ അവതരിച്ച സമയത്ത് ദേവകി വസുദേവന്മാരുടെ സ്തുതിയൊക്കെ ഉണ്ട്. ആ സന്ദർഭത്തിൽ പറയുന്നത് അതിഥി ദേവിയും കശ്യപരുടെയും അവരാണ് പൂർവ്വജന്മത്തിൽ ഇവരായിരുന്നത്. പിന്നെ ദേവകി വസുദേവന്മാരായിട്ട് ഈ ദ്വാപരയുഗത്തിൽ ജനിച്ചതാണെന്നാണ് പറയുക. ഇനി യശോദാദേവിയുടെയും നന്ദഗോപരുടെയും കഥ പറഞ്ഞു കഴിഞ്ഞാൽ ദ്രോണൻ, ധര എന്ന് പറഞ്ഞിട്ട് രണ്ട് ഭക്തോത്തമന്മാരുണ്ടായിരുന്നു. അവർ പതിപത്നിമാരായിരുന്നു. അവരാണ് പിന്നീട് യശോദാദേവിയും നന്ദഗോപരുമായിട്ട് പുനർജനിച്ചത് എന്നാണ് പറയുന്നത്. അത് പറയാറ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരും അതേ ഭഗവാനെ പുത്രനായിട്ട് ലാളിക്കാനാണ് ആഗ്രഹിച്ചത്. പുത്രനായി ജനിക്കണം എന്നല്ല, പുത്രനായി ലാളിക്കാൻ സാധിക്കണേ എന്നാണ് അവർ പൂർവ്വജന്മത്തിൽ ആഗ്രഹിച്ചത് എന്നാണ് പറയുക. അതിനനുസരിച്ചാണ് ജന്മം നൽകിയത് ദേവകി വസുദേവന്മാരാണെന്നുണ്ടെങ്കിലും സത്യത്തിൽ കൃഷ്ണനായി ഭഗവാൻ വന്നപ്പോൾ ഭഗവാന്റെ ആ ബാലലീലകളും എല്ലാം ആസ്വദിക്കാനും ഭഗവാനെ വാത്സല്യിക്കാനും അതേപോലെ ലാളിക്കാനും ഒക്കെ സാധിച്ചത് ഈ ദ്രോണരും ധരയും, അതായത് അവർ പുനർജനിച്ചിട്ടുള്ള യശോദാദേവിക്കും അതേപോലെ നന്ദഗോപർക്കുമാണ് സാധിച്ചത് എന്നാണ് പറയുക. അപ്പം ഇങ്ങനെയാണ് അവരുടെ പൂർവ്വജന്മങ്ങളെക്കുറിച്ച് കേട്ടിട്ടുള്ളത്. ഭാഗവതം തന്നെ പറയുന്ന സമയത്ത് സപ്താഹവേദികളിലൊക്കെ കേട്ടിട്ടുള്ള അറിവാണ്. അപ്പോൾ ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അത് കാരണമാണ് ഇന്ന് ഇതിനെക്കുറിച്ച് പറഞ്ഞത്. ഹരേ കൃഷ്ണ.